മാനവം സ്വയം സഹായ കുടുംബത്തിലെ അംഗങ്ങളായ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 3 പേരെ ആദരിക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇന്നിവിടെ അതിനുവേണ്ടി എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി സംഘം സെക്രട്ടറി സജി സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവരെയും ആദ്യമായി തന്നെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാനവം സ്വയം സഹായ സംഘം നമ്മുടെ മൈസൂർമല പാറത്തോട് പ്രദേശത്ത് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏക സംഘമാണ്. 20 അംഗങ്ങളുള്ള ഈ സംഘം നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു നല്ല കൂട്ടായ്മ തന്നെയാണ്. നമ്മുടെ പ്രദേശത്ത് ഒരുപാട് കുട്ടികൾ 10ാം ക്ലാസ്സിലും +2ലും പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ആദരിക്കുന്ന കുട്ടികൾ നമ്മുടെ സംഘത്തിലുള്ള രക്ഷിതാക്കളുടെ കുട്ടികളാണ്. ഇപ്പോഴും പാലിയേറ്റീവ് കെയർ സെന്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള അശ്രാന്തമായ പരിശ്രമം അല്ലെങ്കിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരു ജോലി ചെയ്ത് വിരമിച്ചതിന് ശേഷവും വീണ്ടും തങ്ങളുടെ സേവനം സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നിടത്തോളം കാലം കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, അവർ നമ്മുടെ നാട്ടുകാർ തന്നെയാണെന്നുള്ളതിൽ അഭിമാനമുണ്ട്. അവർ തന്നെ ആയിരിക്കണം ഈ ഉപഹാരം സമർപ്പിക്കേണ്ടത് എന്ന ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ രണ്ടുപേരെയും ഇന്ന് ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിച്ചത്. ഡേവിഡ് തിമോത്തി ഡിക്രൂസ് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ യഥാരീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ജനങ്ങളെ ആദരിക്കേണ്ടവരെ ആദരിക്കുകയും കൂടെ നിൽക്കേണ്ടവരോടൊപ്പം കൂടെ നിൽക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് അവർ വന്നത്. സംഘത്തിന്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ ജോസഫിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളിപ്പോ എയുടെ ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഇനി മുന്നോട്ട് എന്ത് എന്ന് ചിന്തിക്കുമ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ്. സ്വാർത്ഥത വെടിഞ്ഞ് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ നമ്മുടെ വീടിന് വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും പൊതുപ്രവർത്തന രംഗത്തും നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കളെ അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അവര് വേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് അവരുടെ സ്വപ്നം ആയിരുന്നു ഈ മക്കൾ. അവരുടെ സ്വപ്നത്തിനൊത്ത് നിങ്ങൾ പരിശ്രമിച്ചപ്പോൾ അത് +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. നാളെയുടെ വാഗ്ദാനങ്ങളായ നിങ്ങൾ വിവിധ മേഖലകളിൽ ശോഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ പരിപാടിയുടെ മുഖ്യ അതിഥിയായ ഡോക്ടർ ഇവിടെയുള്ള എല്ലാവർക്കും മോസ്റ്റ്ലി നമ്മുടെ 3 പിള്ളേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഡോക്ടർ ശ്യാമനും എനിക്കും പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് ക്ഷണിച്ചത് കൊണ്ട് ഒരു വലിയ ഒരു സന്തോഷമുണ്ട് കേട്ടോ. സ്കൂൾ വിദ്യാഭ്യാസം എനിക്ക് ആ വിദ്യാഭ്യാസ രംഗത്തിലും വിശിഷ്ടമായ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ 10 കൊല്ലം ഡയറക്ടറായിരുന്നു സ്പാസ്റ്റിക് സൊസൈറ്റി ഓഫ് തമിഴ്നാട് എന്ന് പറയും. അത് സ്പെഷ്യൽ നീഡ്സ് ചിൽഡ്രൻ, അവർക്ക് നമ്മൾ പഠിപ്പിക്കലും എല്ലാം പഠിപ്പിക്കും. അവരുടെ കഴിവനുസരിച്ചിട്ടാണ് എല്ലാം പഠിപ്പിക്കുന്നത്. 2000 കൂടുതൽ കുട്ടികളുണ്ട് അവിടെ. അതിൻ്റെ ഡയറക്ടറായിരുന്നു ഒരു 10 കൊല്ലം. അവിടെ നിന്നാണ് റിട്ടയർ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. മെയിൻ സ്ട്രീം സ്കൂൾ, റെഗുലർ സ്കൂളിൽ ചേർക്കുക. കഴിവുള്ള കുട്ടികൾ, എല്ലാവരെയും ഒന്നല്ല. അങ്ങനെ ഞങ്ങൾ കുറേ കുട്ടികളെ ചേർത്തിട്ടുണ്ട്. അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങിന് പോകാൻ കുട്ടികൾ അവരെ വൊക്കേഷണൽ ട്രെയിനിങ് സ്കിൽസിലോട്ട് ഞങ്ങൾ നയിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ പഠിപ്പിലും അങ്ങനെ കുറേ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞു കോളേജിലോട്ടും പോയി യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായിട്ടുണ്ട്. ചിലർ നല്ല കരിയറും ജോബ്സിലും ജോലിയിലൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ അതും ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി കുട്ടികളെയും അവർക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ സ്കൂളിലോട്ട് അവരെ എന്താ പറയുക വെൽക്കം ചെയ്യണം. നിങ്ങളൊരു പുതിയൊരു ജീവിതത്തിലോട്ടാണ് നിങ്ങൾ കയറാൻ പോകുന്നത് അല്ലേ? പേടിയാണോ, അല്ലെങ്കിൽ എന്താ ഭയമുണ്ടോ, അല്ലെങ്കിൽ എന്താ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ, എന്താ തോന്നുന്നത്? ശ്രവൻ ഒന്നും തോന്നുന്നില്ല. വേറൊരു സ്കൂളിലോട്ട് 13ാം ക്ലാസ്സിൽ അങ്ങനെയാണോ? എല്ലാം ഉണ്ട്. സോ അത് നാച്ചുറലാണ്. ഒരു പേടിയും ഉണ്ടാവും, ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവും. നമ്മൾ സ്കൂൾ കഴിഞ്ഞു, അത് പറയണ്ട കേട്ടോ.
കഴിഞ്ഞു, അത് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് തുടക്കം. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിഗിനിങ്. ഒരു ചാപ്റ്റർ, ആ ബുക്കിൻ്റെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ആ പേജ് നിങ്ങൾ അടച്ചു, ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്ററിലോട്ടാണ് നിങ്ങൾ കയറി പോകുന്നത്. അയ്യോ, ആദ്യത്തെ ഒരു പ്രയാസമോ ചാലഞ്ച് വന്ന ഉടനെ അയ്യോ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഒരിക്കലും തോന്നരുത്. എല്ലാ ഫെയിലിയറും ഇംഗ്ലീഷിൽ പറയും ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അപ്പോൾ എല്ലാ നിരാശകളും ഒരു വിജയത്തിലോട്ട് നിങ്ങൾക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്, ഒരു പടികെട്ടി കയറുന്നത് പോലെയാണ്. അപ്പോൾ ഒരിക്കലും നിരാശ ഉണ്ടാവരുത്. ഓക്കെ. ആൻഡ് നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ ഗുഡ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ് എന്ന് എഴുതിയിരിക്കുന്നത്, ഗുഡ് ഫ്രണ്ട്സ്, മെൻറ്റേഴ്സ്, ഗുഡ് റോൾ മോഡൽസ്, ഇവരൊക്കെയാണ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഈ നിരാശകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇവരോട് തിരിച്ച് നിങ്ങൾ സംസാരിക്കണം. കൂടുതലുമായിട്ടും പറയുന്നത് ദൈവം എപ്പോഴും ഉണ്ട്, അങ്ങോട്ട് എന്നും ഉണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം ദൈവത്തിനോടും നിങ്ങൾ നോക്കി സംസാരിക്കുക. സോ ഞാൻ പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു സ്റ്റഡിയിങ് ലൈഫ്, ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ സ്റ്റഡിയിങ് ലൈഫിലോട്ട് പോവുകയാണ്. ഹാപ്പി ആയിരിക്കും. അതൊരു നല്ലൊരു ലൈഫായിരിക്കണം. ഒരു നല്ലൊരു കരിയറിലോട്ട് നിങ്ങൾ കയറും. ആൻഡ് ഒരു നല്ലൊരു ഭാവിയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങളുടെ ഭാവി ശോഭനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിജയ ആശംസകൾ. ഗോഡ് ബ്ലെസ് യു. നന്ദി, നമസ്കാരം. മെമെന്റോ നൽകുന്നതിനായി ശ്യാം ഡോക്ടറെയും അത് ഏറ്റുവാങ്ങുന്നതിനായി ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ മിടുക്കരായ ശ്രാവൺ, ഏഞ്ചൽ, സോന എന്നിവരെ ക്ഷണിക്കുന്നു. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു നല്ല കൂട്ടായ്മ രൂപപ്പെടുന്നത് നാടിനെ സംബന്ധിച്ചും ഏറ്റവും നല്ലതാണ്. അതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ വിപുലമായ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാനും നാട്ടിലുള്ള മുഴുവൻ ആളുകളെ, സംഘത്തിലുള്ള ആളുകൾ മാത്രമല്ല, നാട്ടിലുള്ള മറ്റാളുകളെ, വിദ്യാർത്ഥികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ സാധിക്കുന്ന വിധത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ഉണർവിന് നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അത് തീർച്ചയായും ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് തന്നെ ആലോചിച്ചാൽ രാഷ്ട്രീയമോ മതമോ മറ്റേതെങ്കിലും വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒന്നു ചേർന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഒരുപാട് കാര്യങ്ങളിൽ നാടിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ, പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്താനും അതൊക്കെ നടപ്പിലാക്കാനും നമുക്ക് സാധിക്കും. തീർച്ചയായും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയേറെ പ്രയത്നിക്കുകയും ഒരുപാട് സംഭാവനകൾ നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട പപ്പയുടെ ഒരു സാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു ചടങ്ങാണിത്. പപ്പയുടെ പ്രിയപ്പെട്ട മകളുണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ സാറുണ്ട്. എനിക്കാണെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ടവർക്കാണെങ്കിലും ഒക്കെ പലപ്പോഴും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ദൂരസ്ഥലങ്ങളിലുള്ളവർ വരെ വന്ന് ഡോക്ടറെ അടുത്ത് വന്ന് ഈ ഓർത്തോ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ വിദഗ്ധ അഭിപ്രായമൊക്കെ തേടുമ്പോൾ ഒരു മടിയുമില്ലാതെ ആ കാര്യത്തിലൊക്കെ സഹകരിക്കുന്നത് വലിയൊരു സന്തോഷത്തോടെ നോക്കിക്കാണാൻ സാധിച്ചിട്ടുണ്ട്. ആദരിക്കപ്പെട്ടിട്ടുള്ളവർക്ക് ശ്രാവണനും അതുപോലെ തന്നെ സോനയ്ക്കും ഏഞ്ചലിനും ഒക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പെങ്ങൾ പഠിച്ച അതേ സ്കൂളിൽ തന്നെ പഠിക്കാനും തുടർന്ന് ജോലിയിലേക്ക് പ്രവേശിക്കാനും ഒരു പ്രധാന അധ്യാപകരും ഒക്കെ ആകാൻ സാധിച്ചു. എന്നാൽ ഈ നാടിന് നമുക്കറിയാം, ഈ നാട് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നത് നമുക്കറിയാം ശ്രീമതി ലിഡ ജേക്കബ് IAS. ഞാനൊക്കെ ചെറുപ്പം മുതൽ കേൾക്കുകയും പിന്നീട് കാണുകയും അടുത്തിടപഴകുകയും നാടിൻ്റെയൊക്കെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത, നമുക്കൊക്കെ നാട്ടിലുള്ള എല്ലാവർക്കും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു പേരാണ് ശ്രീമതി ലിഡ ജേക്കബ്.
പഠനത്തിലൊക്കെ എത്രയോ മിടുക്കരായവരുണ്ട്. പക്ഷേ ജീവിതത്തിൽ വിജയം നേടുക എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു അനുഗ്രഹവും ഭാഗ്യവുമാണ്. തീർച്ചയായും 3 പേർക്കും അങ്ങനെ ഒരു വിജയം മാത്രമല്ല, ഒരു ഭാഗ്യവും ഉണ്ടാവണം, ദൈവാനുഗ്രഹവും ഉണ്ടാവണം. അതുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 3 മെമ്പർമാരുടെ മക്കളെ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഉപരിപഠനത്തിനായിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മാനവ സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറുപടി പ്രസംഗത്തിനായി ശ്രാവണനെ ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എത്തിയ വ്യക്തികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ പുരസ്കാരം തന്നതിന് മാനവം സ്വയം സഹായ സംഘത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അതേപോലെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ഞങ്ങൾക്ക് ഒരു പ്രചോദനമാകട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി ഏഞ്ചലിനെ ക്ഷണിക്കുന്നു. ഞങ്ങൾക്കിത് ഒരുക്കി തന്ന മാനവ സഹായ സംഘത്തിലെ എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഡോക്ടർ സാറിനും മാഡത്തിനും നന്ദി പറയുന്നു. ഇതുപോലെ ഇനി കുറേ പേർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റട്ടെ. താങ്ക് യു. അടുത്തതായി സോനയെ ക്ഷണിക്കുന്നു. ഇവിടെ വന്ന വിശുദ്ധ അതിഥിയായ ഡോക്ടർ ശ്യാം സാറിനും ഡോക്ടർ ആനി മാമിനും എൻ്റെ വളരെയേറെ നന്ദിയുണ്ട്. ഞങ്ങളെല്ലാവരുടെയും വക അവസരം തന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റാൻ സഹായിച്ച എൻ്റെ മാതാപിതാക്കൾക്കും കുറേ നന്ദിയുണ്ട്. ഇതുപോലെ ഭാവിയുള്ള ഓരോരുത്തർക്കും ഇങ്ങനത്തെ ഒരു അവസരം നൽകുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി അറിയിക്കുന്നതിനായി ശ്രീ KC ആൻഡോയെ ക്ഷണിക്കുന്നു. നമുക്കറിയാം, ഈ മാനവ സ്വയ സംഘത്തിൻ്റെ ആദ്യ അവാർഡ് ദാന ചടങ്ങാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. 20 കുടുംബങ്ങൾ ഇൻ്ററാക്റ്റ് പറയുകയാണെങ്കിൽ ഏതാണ്ട് 100 പേരുടെ സംഗമമാണ് നമുക്ക് ഇവിടെ ഈ മാനവ സംഘത്തിൻ്റെ കീഴിൽ വരുന്നത്. പ്രത്യക്ഷത്തിൽ നമ്മൾ ഡയറക്റ്റായിട്ട് 20 കുടുംബങ്ങളാണെങ്കിലും ഒരു കുടുംബത്തിൽ 5 പേര് വെച്ചാണെങ്കിലും 100 പേരുടെ സംഗമമാണ് ഇതിൻ്റെ അടിത്തട്ടിലുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് 2 പ്രമുഖ ഡോക്ടർമാരാണ് നമ്മുടെ തലമുറയായിട്ട് പാരമ്പര്യമായിട്ട് ഈ പ്രദേശത്ത് ഏറ്റവും ആദ്യമായി എല്ലാ വികസന പ്രവർത്തനത്തിലും നമ്മുടെയൊക്കെ പപ്പയായ തിമോത്തി ഡിക്രൂസിൻ്റെ മക്കളാണ് ഇവിടെയുള്ളത്. ഈ പാറത്തോട് ഏത് പ്രവർത്തനങ്ങൾക്കും എക്കാലവും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏത് കാര്യത്തിനും മുൻപന്തിയിൽ ഇറങ്ങി പ്രവർത്തിച്ച് നമുക്കറിയാം. സ്വാതന്ത്ര്യ ഹൗസ് പഞ്ചിനൊക്കെ ബഹുമാനോട് പപ്പ തേക്കുംകുട്ടി പള്ളി പോയതിനു ശേഷം നമ്മുടെ ഈ പ്രദേശത്ത് ഡിക്രൂസ് ഫ്രീഡം ക്രഷൻ ക്ലബിൻ്റെ ഫ്ലാഗ് ഉയർത്താൻ വേണ്ടി എന്നും എല്ലാ കൊല്ലം ഓടി വരികയും അതുപോലെ തന്നെ അംഗനവാടി പിള്ളേർക്കൊക്കെ മുട്ടായി വിതരണം ചെയ്തുകൊണ്ട് എന്നും ഈ പ്രദേശത്ത് എല്ലാ കലാപരിപാടികൾക്കും സജീവ സാന്നിധ്യമായിരുന്ന പപ്പയായിരുന്നു. അതിനുശേഷം പപ്പ പോയതിനു ശേഷം കുറച്ചു കാലം നമ്മുടെ പപ്പയുടെ മൂത്ത മകളായ ഡോക്ടർ ജോക്കിം കുഞ്ഞ് നമ്മുടെ ഇതുപോലെയുള്ള വേദികളിൽ വന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും പങ്കെടുക്കുകയായിരുന്നു. അതിനുശേഷം ഇവിടെ ഇപ്പോൾ നമ്മൾ സെറ്റിലായിരിക്കുന്ന അനിഷാമനും അതുപോലെ തന്നെ ഡോക്ടർ ശ്യാം ഡോക്ടറുമാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് താമസിക്കുന്നത്. എന്തുകൊണ്ടും നമുക്ക് പപ്പയുടെ ഓർമ്മയും അങ്ങനെ ഒരു കുടുംബം ഇവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ഏറെ അഭിമാനമാണ്. കുറേ രാജ്യത്തൊക്കെ കുറേ പ്രദേശത്തൊക്കെ നമുക്കറിയാം, അതുപോലെ തന്നെ ഇടാജക്കം മാടമൊക്കെ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പിള്ളേർ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാഷന്മാർ പറയാറുണ്ട്, സാർമാർ പറയാറുണ്ട്, PTA മീറ്റിംഗ് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം SLC ആണ്. SLC ആണ് ഏറ്റവും പ്രധാനം, നമ്മുടെ നിർണായം. അപ്പോൾ ആ SLCക്ക് നമ്മൾ ഉയർന്ന മാർക്ക് വാങ്ങിയാൽ തുടർന്നുള്ള പഠനത്തിലേക്ക് പോകാൻ കഴിയുന്നു. അത് ഏറെക്കുറെ ശരിയാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നിർണായം +2 ആണ്. ഈ +2 കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വേറെ ഹയർ സ്റ്റഡിയിലേക്ക് പോവുകയാണ്. അപ്പോൾ +2 നമ്മൾ ഉയർന്ന മാർക്ക് വാങ്ങിയില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം ഏതാണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ മേല. അതുകൊണ്ട് SLCക്ക് ഉയർന്ന മാർക്ക് വാങ്ങുന്ന പിള്ളേർ സ്വാഭാവികമായിട്ട് +2നും ഉയർന്ന മാർക്ക് വാങ്ങും. അങ്ങനെ ഉയർന്ന മാർക്ക് വാങ്ങിയതിന് ശേഷം ഹയർ സ്റ്റഡിയിലേക്ക് വരും. നമുക്കറിയാം, ഇപ്പം ഈ വിദ്യാഭ്യാസമൊക്കെ ഭയങ്കര മത്സരമാണ്. എല്ലാ പിള്ളേർക്കും നല്ല മാർക്കുകളാണ്. നമുക്കറിയാം, കോളേജിൻ്റെയൊക്കെ ലിസ്റ്റ് നമ്മൾ വരുമ്പോൾ അഡ്മിഷൻ ലിസ്റ്റ് വരുമ്പോൾ അറിയാം, എല്ലാവരും 90-ഉം 99-ഉം ഒക്കെ നിരവധി മാർക്കുകൾ നേടിയ പിള്ളേരുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി +2 കഴിഞ്ഞ് വന്ന ഈ പിള്ളേർ ഇനിയാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കേണ്ടത്. ഇനി നിങ്ങളുടെ കൈകളിലാണ്. +2 വരെ മാതാപിതാക്കന്മാർ നിങ്ങളെ പഠിപ്പിച്ചു. ഇനി നിങ്ങൾ നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുത്ത് വിജയിക്കണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ ഫിനാൻസായിട്ട് ഭയങ്കര പണം ചെലവഴിക്കേണ്ട മേഖലയാണ് +2 കഴിഞ്ഞ ഓരോ വിദ്യാർത്ഥികളും.
അപ്പം അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നോ അത് യുക്തമായി ആ കോഴ്സ് തിരഞ്ഞെടുക്കുകയും ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി പോവുകയും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ പണവും നഷ്ടപ്പെടും. അപ്പം ഈ കോഴ്സ് നിരവധി കോഴ്സുകളുണ്ട് നമുക്കറിയാം. പ്ലസ് ടു കഴിഞ്ഞ് ആ കോഴ്സ് ഏതാണെന്ന് നമ്മൾ അറിവുള്ള മാതാപിതാക്കളുണ്ട്. അത് വിലയിരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ചേരാവുള്ളൂ. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി പോവും. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. തുടർന്നും നിങ്ങളിവിടെ ഇതുപോലെയുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങണം. നല്ലവരെ പഠിച്ച് ഇതുകൊണ്ടല്ല, ഇനിയും നിങ്ങളും അതുപോലെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് പിള്ളേർ പുരസ്കാരം ഏറ്റുവാങ്ങുകയും അതോടൊപ്പം തന്നെ നിങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഒരു സംഘം, മാനവ സ്വയ സംഘമുണ്ട്, 20 പേരുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രഗത്ഭരായ ആൾക്കാരാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവലും സെക്രട്ടറി സജിയും ട്രഷറർ ഷിനോയും ഒക്കെയാണ്. അതുപോലെ അതിന് കരുത്താകാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ജെയിംസ് ജോഷി പോലെയുള്ള അതിപ്രഗത്ഭനായ ആൾക്കാർ വന്നിട്ടുണ്ട്. ജോഷി മാഷ് പുരസ്കാരം എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഓരോ പുരസ്കാരവും ഏറ്റുവാങ്ങുന്നൊരു മാഷാണ്. നമുക്കറിയാം മാഷ് എവിടെ പഠിപ്പിച്ചാലും ആ സ്കൂളും ആ പ്രദേശത്തും ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വേനപ്പാറ സ്കൂളിലൊക്കെ പോയി നോക്കി കാണാം, മാഷിനെ എല്ലാ ടച്ചും ഉള്ള എല്ലാ കഴിവും കാണുന്ന ഒരു സ്കൂളായി മാറി. അപ്പോൾ അങ്ങനെ പ്രഗത്ഭരുള്ള ഒരു പ്രദേശത്ത് വിദ്യാർത്ഥികളായി ഇനിയും ഓരോരുത്തർ വന്ന് ഉന്നത വിജയം നേടി, നമുക്കറിയാം ഒരു പ്രദേശത്ത് നിന്ന് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ആൾക്കാർ ഉന്നത വിജയം നേടുകയാണെങ്കിൽ ആ കുടുംബത്തിനും ആ നാടിനും ആ സമൂഹത്തിനും ഒക്കെ ഒരു വിലയേറിയാണ്. ഇടാജൊക്കെ IAS ഇവിടെ ആയിക്കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിനും ഈ നാടിനും ഈ പ്രദേശത്തിനും ഈ രാജ്യത്തിനും അതിൻ്റെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങിയ 3 പിള്ളേരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്